എല്ലാം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വിധേയനാകുന്നു എങ്കിൽ അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ മാതാപിതാക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ ഗുരുജനങ്ങളും തന്നെയാണ് അതിന് കാരണം. എനിക്കതിൽ ഒരു 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 ശതമാനം പോലും ഒന്നും എനിക്ക് അവകാശപ്പെടാനില്ല. എന്നിലൂടെ വന്ന കവിത അതെൻ്റെ നാട്ടുകാരുടെ ചിന്തകളാണ്, അവരുടെ സൗന്ദര്യബോധമാണ്, അവരുടെ ആക്രോശങ്ങളും അവരുടെ ആഗ്രഹങ്ങളുമാണ്. അതിന് ഞാൻ നിമിത്തമായി എന്നേ ഉള്ളൂ. കരമനയാർ, ആ കരമനയാറിൽ നീന്തി കുളിച്ച് വളർന്നവനാണ് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും, ഇപ്പോഴത്തെ കുട്ടികളും ഒരുപക്ഷെ അവിടെ ചാടി കുളിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആറ്റിലേക്കൊന്നും എടുത്ത് ചാടാൻ പലരും അനുവദിക്കില്ല. ഞാൻ നീന്തി കുളിച്ചവനാണെങ്കിലും എൻ്റെ മകളെയോ മകനെയോ ആറ്റിലേക്ക് എടുത്ത് ചാടാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട മോനെ, വേണ്ട മോളെ എന്ന് പറയും. കാരണം അതൊരു പിതാവിനും മാതാവിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ശ്രദ്ധയാണ്. പണ്ടങ്ങനെയല്ല, എല്ലാവരും കൂടെ കൂട്ടമായിട്ടായിരുന്നു കുളിക്കുന്നത്. അപ്പോൾ കരമന നദിയുടെ ഇക്കരയിൽ നിന്നും അക്കരെ വരെ ഞാൻ നീന്തുമായിരുന്നു. ഇന്നെനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ നീന്തിയത് എന്ന് തോന്നും. ഇപ്പോൾ എനിക്ക് നീന്താൻ പറ്റില്ല. അന്നത്തെ ഒരു രീതിയിലും ആശങ്കയില്ലാതെ ഉണ്ടായിരുന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞാൻ നീന്തി അക്കരെ എത്തും, എന്നിട്ട് അക്കരെ കയറി എന്നുകൊണ്ട് ഞാൻ കൂക്കി വിളിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായിട്ടുള്ള ബന്ധുക്കളെല്ലാം നീന്തി നേരെ അവിടെ എത്തും. അവിടെ എത്തുമ്പോൾ അവർ വന്ന് അവിടെ പിടിക്കുന്നത് ഞാൻ തിരിച്ചെടുത്ത് നീന്തി ഇക്കരെ വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കുളിക്കുന്നതിൻ്റെ ഓർമ്മ വളരെ രസകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. എന്തുകൊണ്ടാ അന്ന് മരണപ്പെട്ടു പോകാത്തത്? വളരെ പരിശുദ്ധമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് വരുണ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന വിശ്വാസമായിരുന്നു. അതിന് അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമെന്ന് പറയാൻ ഞാൻ തയ്യാറാവില്ല. ഇവിടെ ഇപ്പോൾ കറണ്ട് ഉപയോഗിക്കുന്നു. കറണ്ട് എന്ന് പറയുന്നത് അഗ്നിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തീ പിടിക്കും. ഷോർട്ട് സർക്യൂട്ടിൽ തീ പിടിച്ച് എത്രയോ കെട്ടിടങ്ങൾ നശിച്ചു പോകുന്നു, എത്രയോ പേർ മരിക്കുന്നു. പക്ഷേ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ അത് അഗ്നി ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ്. അത് അന്ധവിശ്വാസമല്ല. അത് ഏറ്റവും മുന്തിയ വിശ്വാസമാണ്. ഒരു വണ്ടി എടുത്തുകൊണ്ട്, കാർ എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ നന്നായിട്ട് ഓടിച്ചു പോകും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ദൈവമാണ് എങ്കിൽ ദൈവം തന്നെയാണ് വിശ്വാസം. ഈ രീതിയിൽ ഞങ്ങളുടെ കുട്ടിക്കാലം അന്ധമല്ലാത്ത, എന്നാൽ അടിയുറച്ച് നമ്മളെ രക്ഷിക്കുന്ന ഒരുപാട് പങ്കായങ്ങൾ കയ്യിൽ തന്ന ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ് ഞങ്ങളുടെ തലമുറയിൽ വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് കേരളം കടന്നു പോകുന്ന സങ്കീർണമായ ഒരു കാലത്തിലൂടെയാണ്. അതേപോലെ ഒരു സംക്രമണ കാലത്തിലൂടെയുമാണ്. 100 വർഷം മുമ്പ് 1925 ഉണ്ടായിരുന്ന വ്യവഹാരങ്ങളല്ല ഇന്ന് 2025-26 നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ പുതിയ വർഷം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇനി എങ്ങനെ നമ്മുടെ മക്കൾ ജീവിക്കണം എന്ന് ചിന്തിച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ജീവിക്കാം. അവരുടെ അവസ്ഥ അനുസരിച്ച് അവർക്ക് മുന്തിയ രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ടോക്കിയോയിലും ന്യൂയോർക്കിലും അവിടുത്തെ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നോ അതേപോലെ വേണമെങ്കിൽ ഇവർക്ക് ഹൈടെക് ആയിട്ട് ജീവിക്കാം. അതിന് വിലക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് ഉദ്ഭൂതമായ ഈ നാട്ടിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇവിടത്തെ മണ്ണ്, ഇവിടത്തെ വെള്ളം, ഇവിടത്തെ സസ്യങ്ങൾ, ഇവിടത്തെ കായും കനിയും അതിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകളാണ് ഏറ്റവും നല്ലത് എന്ന് ഏത് രാജ്യത്തെയും പ്രാദേശിക ചികിത്സാ സമ്പ്രദായം അതാത് നാട്ടിലെ തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു സങ്കര ചികിത്സ നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമായിരിക്കുന്നു. ആയുർവേദം അലോപ്പതി മരുന്നുകൾ ഓവർ ഡോസിലെങ്ങാനും എന്തെങ്കിലും കുഴപ്പം വരുത്തുകയാണ് എങ്കിൽ ആയുർവേദത്തിലെ ചില രസായനങ്ങളും ചില ചൂർണങ്ങളും അതേപോലെയുള്ള ചില കൽപ്പങ്ങളുമെല്ലാം ആ ദോഷം നമ്മുടെ ഉള്ളിലുള്ള കിഡ്നിയെയോ കരളിനെയോ സ്പ്ലീഹയെയോ ഒക്കെ ഹൃദയത്തെയോ ബാധിക്കാത്ത രീതിയിൽ മിടുക്കുള്ള ഒരു വൈദ്യന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആയുർവേദവും അലോപ്പതിയും പഠിച്ച് ഉയർന്ന ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ആ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തിന് നാന്ദി കുറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയ്ക്കൽ തന്നെ ആയുർവേദത്തെ അംഗീകരിക്കുന്നത് പോലെ തന്നെ അലോപ്പതിയെയും അംഗീകരിച്ച് വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാഘവൻ തിരുമുൽപ്പാട്, ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ശിഷ്യനായിട്ട് വളർന്നു വന്ന തിരുമുൽപ്പാട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഗഹനത മനസ്സിലാക്കിയത്. രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിനെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഏറ്റവും നല്ല വൈദ്യൻ ആരാണ് എന്ന് ഗുരുദേവനോട് ചോദിച്ചപ്പോൾ, കുറഞ്ഞ മരുന്നുകൾ കൊണ്ട് എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ് ഏറ്റവും നല്ല വൈദ്യൻ, ഏറ്റവും നല്ല ഡോക്ടർ.
വിരലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒരു 10ഓ 30ഓ മരുന്നുകളെ പാടുള്ളൂ. അതുകൊണ്ട് എല്ലാ രോഗത്തെയും ഇല്ലാതാക്കണം. എൻ്റെ അച്ഛൻ്റെ അലമാര ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാനാണ് അതിൻ്റെ പേരെഴുതി, ചേട്ടനും ഞാനും ചേച്ചിയും ഒക്കെയാണ് അതിൻ്റെ പേരെഴുതി ആ കുപ്പിയിൽ ഇങ്ങനെ ഒട്ടിച്ച് അച്ഛന് കൊടുക്കുന്നത്. അച്ഛൻ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കും. വിരൽ ഇന്നിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 മരുന്നൊക്കെ ഉള്ളൂ. ഘൃതമായിട്ട്, ചൂർണമായിട്ട്, ലേഹ്യമായിട്ട്, തലയിൽ തേക്കുന്ന എണ്ണയായിട്ട്, ശരീരത്തിൽ പുരത്തുന്ന തൈലമായിട്ട് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു 25-30 മരുന്നിന് മുകളിൽ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ നാട്ടിലുണ്ടായ എല്ലാ രോഗങ്ങളെയും അച്ഛൻ നിഷ്പ്രയാസമായിട്ട് അവരെ അച്ഛൻ പറയുന്ന പഥ്യത്തിൻ്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ആരോഗ്യമുള്ളവരാക്കി മാറ്റി.